കണ്ണൂർ പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റു. കാട്ടുപുനത്തിൽ ഷംസുദ്ദീന്റെ മകൻ അമൻ നിയാസിന്റെ കണ്ണിനും കൺപോളയ്ക്കും ഗുരുതര പരിക്കേറ്റു. ദഫ്മുട്ട് പരിശീലനത്തിനിടെ ഉണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ആരോപണം. ഈ ദഫ്മുട്ട് ഇതിൻ്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന ഈ അമൻ ജിയാൻ എന്ന് പറയുന്ന കുട്ടി ഇവരോട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയുകയും അതിൽ പ്രകോപിതനായ ഈ സീനിയർ വിദ്യാർത്ഥി ഇവരെ മാരകമായി അടിക്കുകയാണ് ചെയ്തത്. അത് അടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദഫ്മുട്ടിന് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് അതുകൊണ്ടാണ് അടിച്ചത്. മുഖത്ത് കണ്ണിനാണ് അടിച്ചത്. കണ്ണിൽ നല്ല മുറിവുണ്ട്. കണ്ണിൻ്റെ താഴത്തായിട്ട് അത്യാവശ്യം നല്ല ആഴത്തുള്ള മുറിവുണ്ട്. സർജറി കഴിഞ്ഞു. ഇവിടെ നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂരാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ നമ്മൾ പരാതിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. നിലവിൽ ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതായിട്ടാണ് നമുക്ക് അറിവ് കിട്ടിയിട്ടുള്ളത്. കാട്ടുപുരത്തിൽ ഷംസുദ്ദീന്റെ മകനാണ്. കണ്ണിനും കൺപോളയ്ക്കൊക്കെ നല്ല പരിക്കുണ്ട്, നല്ല ഗുരുതരമായ പരിക്കുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തോ പരിശീലനത്തിൽ ക്യാപ്റ്റനായിരുന്നു അമൻ. അപ്പോൾ എന്തോ തർക്കം, അത് മർദ്ദനത്തിലേക്ക് പോയി, ആക്രമണത്തിലേക്ക് പോയി. എന്തായാലും അത് നല്ല കാര്യമല്ല, അത് ആശ്വാസകരമല്ല. അത്തരത്തിൽ ഒരു കായിക ഇനം അല്ലെങ്കിൽ ഒരു കലാരൂപം എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മൾ കൂടുതൽ റിഫൈൻഡ് ആവാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. അതിനിടയിൽ തർക്കം ഉണ്ടായി മർദ്ദനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കഴിയില്ല. അരുൺ പൂപ്പറമ്പ് വിവരങ്ങൾ വെച്ചിരുന്നു. അരുൺ, എന്താണ് തർക്കത്തിന് കാരണം? സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള പരിശീലനങ്ങൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായി ഈ ദഫ്മുട്ട് പരിശീലനത്തിലാണ് ഈ +1 വിദ്യാർത്ഥിയായിട്ടുള്ള അമൻ നിയാസ് ഉണ്ടായിരുന്നത്. ആ +1 വിദ്യാർത്ഥികളും അതോടൊപ്പം +2 വിദ്യാർത്ഥികളൊക്കെ മിക്സ് ആയിട്ടാണ് ഈ ദഫ്മുട്ടിന്റെ ടീം രൂപീകരിച്ചത്. അതിന്റെ ക്യാപ്റ്റനാണ് അമൻ നിയാസ് എന്നതാണ് നമുക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെ പരിശീലനം നടക്കുന്നതിനിടെ +2 വിദ്യാർത്ഥികൾ ചിലർ, ഈ ടീമിലുള്ള വിദ്യാർത്ഥികൾ ആ പരിശീലനത്തിൽ പങ്കെടുത്തില്ല. അപ്പോൾ ഈ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ അമൻ നിയാസ് അത് ചോദ്യം ചെയ്തു, പരിശീലനത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതാണ് പ്രകോപനത്തിന് കാരണം എന്നതാണ് ഈ അമൻ നിയാസിന്റെ ബന്ധുക്കളുടെ പരാതിയിൽ പറയുന്നത്. അതിനുശേഷം ഈ ദഫ്മുട്ടിന്റെ ആ സ്റ്റീൽ പ്ലേറ്റ് ഉപയോഗിച്ച് അമൻ നിയാസിനെ മർദ്ദിക്കുകയായിരുന്നു. ക്രൂരമായ മർദ്ദനം ഇരയായി എന്നതാണ് പരാതിയിൽ പറയുന്നത്. അതിപ്പോൾ ഈ അമൻ നിയാസിന്റെ കണ്ണിനും കൺപോളക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി പൂർത്തീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. കൺപോളക്ക് ഗുരുതരമായ പരിക്കുണ്ട്. ഭാഗ്യത്തിന് കണ്ണിന് കാര്യമായ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ പരിശോധനയിൽ എന്തായാലും കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇനി ആദ്യഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന സമീപത്തെ ഒരു ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പിന്നീട് വിദഗ്ധ ചികിത്സ ആവശ്യമായ തുടർന്നാണ് കണ്ണൂരിലെ ബേബി മെമ്മോറിയലിലേക്ക് മാറ്റിയത്. ഇനിയിപ്പോൾ പോലീസിലും അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതർക്കും പരാതി നൽകും. അതിൽ നിയമ നടപടി വേണം എന്നതാണ് ഈ കുടുംബം, അതായത് ഈ അമൻ നിയാസിന്റെ ബന്ധുക്കൾ എന്തായാലും ആവശ്യപ്പെടുന്നത്. എന്തായാലും നല്ല ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനത്തിനാണ് അമൻ നിയാസ് ഇരയായിട്ടുള്ളത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, സ്കൂളുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇത്ര മർദ്ദനത്തിലേക്കും ഇത്ര ആക്രമണത്തിലേക്കൊക്കെ പോകുന്നത് എന്തായാലും നമ്മുടെ ഒരു സ്കൂൾ അന്തരീക്ഷണത്തിന് യോജിച്ചതല്ല എന്നത് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ പെരിങ്ങത്തൂരിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അരുൺ പറഞ്ഞ പോലെ തന്നെയാണ് അത്തരത്തിൽ ദഫ്മുട്ട് കലാകായിക മത്സരങ്ങളൊക്കെ കയ്യാങ്കളിക്കും ഇത്തരത്തിൽ കണ്ണക്കടിച്ച് പൊട്ടിക്കുന്ന രീതിയിലേക്ക് മർദ്ദനത്തിലേക്കും നയിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് നല്ലതല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.